Good morning students, welcome to our GK class. Today we are going to study class 7 GK page 30, the final frontier. Okay, you take your GK text, page 30. The word universe stands for everything that exists in space. Okay, അതായത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്പേസിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീഡ് ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ തിങ്സ് ബീങ് റെഫർഡ് ടു. ചൂസ് ഫ്രം ദ ബോക്സ്. Can you see this? There is a box. First one. It is a small planet-like object found between the orbits of Mars and Jupiter. അതായത് പ്ലാനറ്റ് പോലെയുള്ള ഒബ്ജക്റ്റാണ്. ഇത് കാണപ്പെടുന്നത് മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഓർബിറ്റിന് ഇടയ്ക്കാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആസ്ട്രോയിഡ്. ഓക്കെ, ആസ്ട്രോയിഡ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ആസ്ട്രോയിഡ്. Okay, and second one, it is a huge system of billions of stars and clouds of dust and gases. It is elliptical, spiral or irregular in shape. Okay, so billions of stars, അതായത് നക്ഷത്രങ്ങളുടെ കൂട്ടം, അതിനറിയപ്പെടുന്നതാണ് ഗാലക്സി. Second one, answer is galaxy. Okay, and third question, they are also known as shooting stars. They are seen in the form of bright streaks of light in the night sky. അതായത് രാത്രിയിൽ ആകാശത്തോടെ കത്തിജ്വലിച്ചു പോകുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, സോ ദേ ആർ നോൺ ആസ് ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ നമ്മൾ ഉൽക്കകൾ എന്ന് പറയും. ആൻസർ ഈസ് മെറ്റോസ്. ഓക്കെ, ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ സ്റ്റാർ നിയറസ്റ്റ് ടു ദ എർത്ത് അപ്പാർട്ട് ഫ്രം ദ സൺ. അതായത് എർത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന സ്റ്റാറാണ്. ദാറ്റ് ഈസ് Proxima Centauri. Okay, fourth one, answer is Proxima Centauri. Fifth one, this is the distance travelled by light in 1 year. അതായത് ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം, that is known as light year. Okay, answer is light year. Okay, light year. Can you see this? Fifth one in answer, light year. And sixth one, it is a small dense star and is the final state of all stars involved into. Sixth one, white dwarf. Sixth one in answer, white dwarf. Okay, and seventh one, it is a region in space that absorbs everything and reflects nothing. അതായത് സ്പേസിലുള്ള ഒരു റീജിയനാണ്, അതെല്ലാത്തിനെയും അബ്സോർബ് ചെയ്യും, പക്ഷേ ഒന്നിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോള് സ്പേസിലുള്ള എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട്, പക്ഷേ ഒന്നിനെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഹോൾ. Okay, and eighth question, people in ancient times used this to find the north direction കണ്ടുപിടിക്കാനായിട്ട് ഏൻഷ്യൻ ടൈമിൽ, പുരാതന കാലത്ത് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സ്റ്റാറാണ് പോൾ സ്റ്റാർ. ഓക്കെ, പോൾ സ്റ്റാർ നോക്കിയാണ് ആൾക്കാർ നോർത്ത് ഡയറക്ഷൻ പണ്ട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നയൻത്ത് വൺ, it is a celestial body that moves around a planet in the same way as the planet moves around the sun. അതായത് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്,
പ്ലാനറ്റിനെ ചുറ്റി സഞ്ചരിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാനറ്റ് സണ്ണിനെ എങ്ങനെയാണോ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇത് പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് സാറ്റലൈറ്റ്. ഓക്കെ, ആൻസർ ഈസ് സാറ്റലൈറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പാത്ത് ഫോളോഡ് ബൈ പ്ലാനറ്റ് ഓർ ഒബ്ജെക്ട്സ് അറൗണ്ട് അനദർ സെലസ്റ്റിയൽ ബോഡി. ഒരു പ്ലാനറ്റ് സഞ്ചരിക്കുന്ന ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓക്കെ, ആൻസർ ഈസ് ഓർബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് there is a box. Spacecrafts Voyager 1 and Voyager 2 left Earth in 1977. Their missions were originally supposed to last 5 years and they were to collect information about Jupiter and Saturn. ജൂപ്പിറ്ററിനെ സാറ്റേണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഉള്ള സ്പേസ് ക്രാഫ്റ്റ്സ് ആയിരുന്നു വോയേജർ 1ഉം വോയേജർ 2ഉം. അത് 1977 ഈ സ്പേസ് ക്രാഫ്റ്റ്സ് ജൂപ്പിറ്ററിനെ സാറ്റേണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് അയച്ചത്. ദേ ആർ ലാർജർ മൂൺസ് ആൻഡ് സാറ്റേൺസ് റിങ്. ഓക്കെ, however their lifespan kept getting extended. They collected information about the giant outer planet. At the start of 2013, Voyager 1 was at the outermost edges of the solar system, poised to become the first human-made object to beyond the solar system. Okay, so Voyager 1 and Voyager 2 ഇതിനു വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ക്രാഫ്റ്റ്സ് സെൻഡ് ചെയ്തത്. ജൂപ്പിറ്ററിനെ സാറ്റേണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ക്രാഫ്റ്റ്സ് സെൻഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആണ്. പേജ് 40. ഫസ്റ്റ് വൺ, ക്യാൻ യു സീ ദിസ്? ഓക്കെ, he was awarded the Doctorate of Science by the Cambridge University in 1929 for his research in the field of plant evolution. Plant evolutionനെ കുറിച്ച് റിസർച്ച് നടത്തിയ സയൻറ്റിസ്റ്റാണ്. ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1929. ഓക്കെ, ആൻസർ ഈസ് ബീർബൽ സാഹിനി. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, a world renowned physicist. He was awarded the Nobel Prize in Physics in 1930 for the discovery of Raman effect, which is named after him. Raman effect കണ്ടുപിടിച്ച ആരായിരിക്കും? ആൻസർ ഈസ് CV രാമൻ. CV രാമന് 1930 നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, എന്തിനാണ്? രാമൻ ഇഫക്റ്റ്. ഓക്കെ, ഫോർ ദ ഡിസ്കവറി ഓഫ് രാമൻ ഇഫക്റ്റ്. And third one, he pioneered the investigation of radio and microwave optics, made extremely important contribution to the plant science. He invented the crystallograph, an instrument to measure the growth of plants. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രിസ്റ്റോഗ്രാഫ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ്. സർ ജഗദീഷ് ചന്ദ്ര ബോസ്. കറക്റ്റ് സ്പെല്ലിംഗ് എവിടെയുണ്ട്? ഓക്കെ, ഇത് പഴയ ടെക്സ്റ്റാണ്. സോ സ്പെല്ലിംഗ് നിങ്ങൾ ബോക്സിൽ നോക്കി തന്നെ എഴുതണം. ഫോർത്ത് വൺ, എ മാത്തമാറ്റിക്കൽ ജീനിയസ്. ഹി മെയ്ഡ് എ സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു സെവറൽ ഏരിയാസ് ഓഫ് മാത്തമാറ്റിക്സ്. ഹി പാസ്ഡ് അവേ അറ്റ് എ വെരി യങ് ഏജ്. അതായത് മാത്തമാറ്റിക്കൽ ജീനിയസ് ആണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുള്ള ആളാണ്. ആൻസർ ഈസ് ശ്രീനിവാസ രാമാനുജൻ. ഓക്കെ, ഫോർത്ത് വൺ ആൻസർ ശ്രീനിവാസ രാമാനുജൻ. ആൻഡ് ഫിഫ്ത്ത് വൺ, ഹി വാസ് എ റിനൗഡ് ഫിസിസ്റ്റ് ആൻഡ് the founder of India's space program. The International Astronomical Union IAU has named a crater on the moon after him. അതായത് ഫേമസ് ഇന്ത്യൻ ഫിസിക്സ്റ്റ് ആണ്. കൂടാതെ തന്നെ അദ്ദേഹം സ്പേസ് പ്രോഗ്രാംസ്, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഓക്കെ,
His name is Vikram Sarabhai. Okay, Vikram Sarabhai. And last one, an eminent nuclear physicist. He was associated with the country's first nuclear test in 1974. He is regarded as one of the pioneers of science and technology in India. അതായത് ന്യൂക്ലിയർ ഫിസിസ്റ്റാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് അണുപരീക്ഷണം 1974 നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. സോ ആൻസർ ഈസ് രാജ രാമണ്ണ. ഓക്കെ, ബോക്സിലുണ്ട് സ്പെല്ലിങ് രാജ രാമണ്ണ. So this much for today. You study well. We will meet in the next class. Thank you.